ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. ഇന്ന് ഇതര സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകർ അതിഭീകരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിലാണ് അസംഘടിതമായ ഈ മേഖലയിൽ ഒരു സംഘടിത ശക്തിയാവുക എന്ന ഉദ്ദേശത്തോടെ ഈ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ജലലഭ്യത, അനുകൂലമായ കാലാവസ്ഥ, സൗജന്യ വൈദ്യുതിയുടെ ലഭ്യത, ഉയർന്ന വിളവ്, സുലഭമായ വിപണി, അതുപോലെ തന്നെ കേരളത്തിൽ കൃഷിയോഗ്യമായ ഇടങ്ങളുടെ അപര്യാപ്തത, ഇവയെല്ലാമാണ് കർഷകരെ ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. കേരള ഫാർമേഴ്സിൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മൾ ഈ ഗ്രൂപ്പ് ആദ്യമായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സാധാരണക്കാരായ കർഷകരെ, അസംഘടിതരായ കർഷകരെ സംഘടിപ്പിച്ച് നമ്മളുടെ വിളകൾക്ക് വിലയുണ്ടാക്കുക, നമ്മളുടെ വിളയെ രക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ഏതായാലും ഗ്രൂപ്പ് ഇത്രത്തോളം എത്തി, 650 കടന്നു. നമ്മൾ ടെലിഗ്രാം എന്ന ഗ്രൂപ്പിലേക്ക് കയറി നല്ല രീതിയിൽ നമ്മുടെ പ്രസ്ഥാനം പോകുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ കൃഷിക്കാരെല്ലാവരും ഒത്തൊരുമയോടെ, മത കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോടെ പോകുന്നതുകൊണ്ടാണ്. ഈ പ്രസ്ഥാനം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 പ്രസ്ഥാനമായി മാറും. ഇതിൻ്റെ പിന്നിൽ ഇനിയും ഇൻഷുറൻസുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അഡ്മിൻ ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവരും സഹകരിക്കാം. സംഘടനയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവയെല്ലാമാണ്. കർഷകരുടെ ഉന്നമനത്തിനായി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കാര്യക്ഷമമായും ഫലപ്രദമായി ഇടപെടുക, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനായി പരമാവധി പരിശ്രമിക്കുക, കാർഷിക വിളകളെയും ശാസ്ത്രീയ കൃഷിരീതികളെയും പരിപോഷിപ്പിക്കുക, കർഷകന്റെ ന്യായമായ ആവശ്യങ്ങൾക്കായി അവർക്കൊപ്പം നിലകൊള്ളുക. എല്ലാവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിലും ഇങ്ങനെ ഒരു കൂട്ടായ്മ ആവശ്യമുണ്ട് എന്ന് ഏവർക്കും അറിയാമായിരുന്നു. അതിനാരും മുന്നിട്ടിറങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ഒരുപാട് ചിന്താഗതിയോടുകൂടെ അല്ലെങ്കിൽ വിശാലമായി ഇങ്ങനെ ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം എന്നൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയിൽ നിന്ന് ചിലതൊക്കെ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് നന്ദി വാക്കുകളും ഞങ്ങൾക്ക് പ്രോത്സാഹനവും തന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഈ കൂട്ടായ്മയിൽ നിന്ന് വലിയൊരു കൂട്ടായ്മയായി വർദ്ധിപ്പിച്ച് നമ്മുടെ കർണാടകയിലെ കർഷകർക്ക്, തമിഴ്നാട്ടിലുള്ള കർഷകർക്ക്, കേരളത്തിലുള്ള കർഷകർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു വിശാലമായ പ്ലാറ്റ്ഫോം ഉണ്ടായത്. സംഘടനയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഇവയെല്ലാമാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കർഷകരും കർഷക തൊഴിലാളികളുമായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുക, കാർഷിക മേഖലയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, കൃഷി അനുബന്ധ മേഖലകൾക്കുള്ള പ്രോത്സാഹനം, യുവജനങ്ങളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ചെറുകിട നാമമാത്ര കർഷകരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, കർഷക കൂട്ടായ്മകൾ രൂപീകരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക. ഇന്ത്യൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉയർകൊണ്ടത് അതിജീവനത്തിൽ നിന്നാണ്. കാരണം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന, കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരുടെ ഒരു കൂട്ടായ്മ ഇന്ന് വളരെ ആവശ്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പ്രസ്ഥാനം ഉയർക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മയായി തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് 750-ലധികം ആളുകളുമായിട്ട് ടെലഗ്രാമിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കർഷകൻ്റെ പ്രശ്നങ്ങളും പ്രതിവിധികളുമെല്ലാം നമുക്കത് കണ്ടെത്താനായി സാധിക്കുന്നുണ്ട്. നമ്മളുടെ കൂട്ടായ്മ ഇനിയും വളർന്നു പന്തലിക്കും, ഒരു സംശയവും വേണ്ട. ഒന്നിച്ചു നിന്നാൽ നമ്മൾ കാർഷിക മേഖലയിൽ കർഷകർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമ്മളെ കൊണ്ടാവും. അതിനുള്ള തുടക്കം നമ്മൾ കുറിച്ചു കഴിഞ്ഞു. ഈ കർഷക കൂട്ടായ്മ ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുന്നു. കാർഷിക മേഖലയിലെ പുത്തനറിവുകൾ പങ്കുവയ്ക്കുന്ന സേവന കേന്ദ്രങ്ങൾ തുടങ്ങുക, പഠനയാത്രകൾ, വളപ്രയോഗങ്ങൾ, നൂതന കൃഷിരീതികൾ, പുതിയ വിത്തനങ്ങളെ പരിചയപ്പെടുത്തൽ, യന്ത്രവൽകൃത കൃഷിരീതി പരിചയപ്പെടുത്തൽ, ജൈവ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കൽ, ഇവയെല്ലാം
സംഘടനയുടെ മറ്റു പ്രവർത്തനങ്ങളാണ്. അസംഘടിതരായി നിലനിന്നിരുന്ന കർഷക സുഹൃത്തുക്കളെ നമുക്കൊരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കേരള ഫാർമേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ 1000 രൂപയിൽ നിന്നിരുന്ന ഇഞ്ചിയുടെ വില 2500 രൂപയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. പക്ഷേ ഇത് ഒരു സ്ഥായിയായി ഈ വിലയെ നിലനിർത്തി വിപണിയെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ കർഷകരായ എല്ലാ ആളുകളുടെയും സഹായം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ട തുടക്കങ്ങളാണ് നമ്മൾ ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാവി പരിപാടികൾ: വിലത്തകർച്ചയിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക, പ്രകൃതിക്ഷോഭം, വിവിധ രോഗങ്ങളുടെ ആക്രമണം ഇവയെല്ലാം കൊണ്ട് കൃഷി നശിക്കുമ്പോൾ സാമ്പത്തികമായി തകർന്ന് ജീവനോപാധി കണ്ടെത്താൻ വരെ ബുദ്ധിമുട്ടുന്ന നിരവധി കർഷകർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഇവരെ സഹായിക്കാൻ സംഘടന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കർഷകർക്കും കാർഷിക വിളകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കാര്യവും സംഘടനയുടെ ഭാവി പരിപാടിയിലെ പ്രധാന അജണ്ടയാണ്. വിളകൾക്കുണ്ടാകുന്ന വിവിധ രോഗങ്ങളും അവ നിയന്ത്രിക്കുന്നതിനുള്ള പ്രതിവിധികളും ഓരോ ഘട്ടങ്ങളിലും ഉപയോഗിക്കേണ്ട മരുന്ന് വളപ്രയോഗങ്ങളെക്കുറിച്ച് വേണ്ട ഉപദേശ-നിർദ്ദേശങ്ങൾ നൽകുന്നതിനാവശ്യമായ വിദഗ്ധ സംഘത്തിൻ്റെ സേവനവും ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. കർഷകർക്കായി രൂപീകരിച്ചൊരു സംരംഭമാണ് ഇത്. വിജയിക്കേണ്ടത് കർഷകരുടെ അത്യാവശ്യമാണ്. എല്ലാവരും സഹകരിക്കുക, വിജയിപ്പിക്കുക. സംഘടനയുടെ നിയമാവലിയും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അംഗീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാർക്ക് മെമ്പർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. സംഘത്തിൻ്റെ പ്രധാന ധനാഗമന മാർഗങ്ങൾ ഇവയെല്ലാമാണ്: പ്രവേശന ഫീസ്, മാസവരി, പിഴകൾ, സംഭാവനകൾ, വായ്പകൾ, സേവന ചെലവിലേക്കുള്ള അംഗങ്ങളുടെ വിഹിതം, സർക്കാരിതര മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ.